10 ലക്ഷമാണ് പോലും. 10 ലക്ഷം 10 ലക്ഷമല്ല, ഇനി 1 കോടി രൂപ തന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ. ഞാൻ 10 ലക്ഷം രൂപ അയച്ചുതരാം, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ അയച്ചുതരാം, ഫേസ് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനൊക്കെ എന്താ പറയാ, പ്രത്യേകിച്ച് എല്ലാവരും പോലെ തന്നെയല്ലേ ഈ ഒരു മുഖം കാണാനെന്ന് പറയുമ്പോൾ, മുഖം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാനുണ്ടാവും ഓരോരുത്തർക്ക്. ഞാൻ പല എന്താ പറയുക സ്ത്രീകളൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടുള്ള കണ്ടിട്ടുണ്ട്. എന്താ ലിപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മൂക്കിനെ കുറിച്ചിട്ട്, കവളിനെ കുറിച്ചിട്ടൊക്കെ ഓരോന്നും ഈ ഒരു വേണ്ടാത്ത കമന്റ്സ് ഇട്ടിട്ട് അവരെ റീപ്ലൈ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. കാണിച്ച് തന്നാൽ ഇതൊക്കെ തന്നെയല്ല അവസ്ഥ. അപ്പൊ കാണാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയാ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ ഇതിനേക്കാളും എത്രയോ സുന്ദരമാണ്. അതൊക്കെ നോക്കി ആസ്വദിക്കുക. അല്ലാതെ 10 ലക്ഷവും 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും വീണ് പോണ ആൾക്കാരുണ്ടാവും ക്യാഷിന് വേണ്ടിയിട്ട്. പിന്നെ വാടക വീട്ടിലാണെങ്കിലും ഇപ്പൊ കിട്ടുന്ന സമാധാനം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, അതിനേക്കാളും വലിയ സന്തോഷമൊന്നും വേണ്ട. പിന്നെ പണം കാര്യങ്ങളൊക്കെ അത് പടച്ചവന് തരുന്ന സമയത്ത് ഓരോരുത്തർക്ക് അർഹതപ്പെട്ടത് തരും. അത് നമ്മൾ ആരെക്കൊന്നും വെറുതെ ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ തട്ടിപ്പറിക്കാനോ നമ്മൾ പാടില്ല. നമുക്ക് അള്ളാഹു വിധിച്ചതാണെങ്കിൽ അത് എവിടെ ഇരിക്കണം മുതലായാലും അത് ഹയറാണെങ്കിൽ പഠിച്ച് നമുക്ക് എടുപ്പിച്ചു തരും. നമ്മളൊരാളുടെയും അന്യന്മാരുടെ ഒരു മുതൽ നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. നമുക്ക് അങ്ങനെ വേണ്ടേ, അങ്ങനത്തെ സന്തോഷം വേണ്ട. അള്ളാഹു ഹയറാക്കി തന്നെ മാത്രം മതി. അതിന് നമ്മൾ തൃപ്തിപ്പെട്ടിട്ട് സന്തോഷമായിട്ട് കഴിയുക. അല്ലാതെ ഒരാളുടെയും ഒരു മുതലിൽ നിന്നും ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കുന്ന കാര്യത്തിലേ പറയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ ആ ഒരാളുടെ ഒരു മുതലും വെറുതെ വേണ്ട കേട്ടോ. അതിനായിട്ടല്ല ഞാൻ ജീവിക്കണത്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ, അത് 10 രൂപയാണെങ്കിലും അതിന് വലിയ വില ഉണ്ട്. 10 ലക്ഷത്തിനേക്കാൾ വില അതിനുണ്ട്.